വർഷേ, സോറി വർഷേ. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തു പോയത്. എന്നോട് പൊറുക്കണം. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. നീ എത്രയൊക്കെ മാപ്പ് അപേക്ഷിച്ചാലും വർഷമോളെ ഉപദ്രവിച്ചത് ഒട്ടും ശരിയായില്ല. ഭർത്താവിന്റെ അധികാരങ്ങളൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണം. ഗർഭിണിയായ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ തലോടൽ പോലെ ആശ്വാസം മറ്റൊന്നില്ല. അപ്പോഴാണ് തല്ലി നോവിച്ച് പൊറുക്കാനാവാത്ത തെറ്റായിപ്പോയി നീ ചെയ്തത്. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. വർഷം ഞാൻ ഉപദ്രവിക്കില്ല. സത്യം. ദേ, മുത്തശ്ശിയാണ് സത്യം. അതെ മോനെ, തെറ്റ് തുറന്ന് സമ്മതിക്കുന്നതാ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നിന്നോട് അച്ഛമ്മ ക്ഷമിച്ചു. അത് മതി, എനിക്കത് മതി. മോളെ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എല്ലാം നശിപ്പിക്കാനായിട്ട് കലിതുള്ളി നടന്ന വിക്രമാണ് ഇപ്പൊ പോയത്. അവൻ പല നേരത്ത് പല സ്വഭാവത്തിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാ? അതിന് കാരണമുണ്ട് അച്ഛമ്മേ. ശരിക്കു പറഞ്ഞ ഏട്ടനൊരു പാവാ. ഏട്ടൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളാ ഏട്ടനെ ഇത്തരത്തിൽ മാറ്റിയത്. ശരിയായിരിക്കും. ഞാൻ വന്ന അന്ന് മുതൽ വിക്രമനെ ശ്രദ്ധിക്കുക. ഈ വിഷയം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാൽ ശരിയാവില്ല. മാധവനെ വന്ദനയൊക്കെ അറിയിക്കണം. അവര് വിചാരിച്ചാലേ ഈ വിക്രമനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ. അച്ഛമ്മേ പ്ലീസ്, ഏട്ടന്റെ ഈ സ്വഭാവം ഒരു കാരണവശാലും അച്ഛനും അമ്മയും ചേച്ചിയൊന്നും അറിയരുത്. അവരുടെ മനസ്സമാധാനം കൂടി ഇല്ലാതാക്കരുത് അച്ഛമ്മേ. അല്ലാതെ തന്നെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് പാവങ്ങള്. മോളെ എഴുന്നേറ്റേ, എഴുന്നേക്ക്, എഴുന്നേറ്റ്. മാനത്തെ കൊട്ടാരം